ഓക്കെ സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പെട്രോൾ എഞ്ചിനെ പറ്റിയിട്ടാണ്. സോ പെട്രോൾ എഞ്ചിൻ ഈസ് ആൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ. പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനാണ്. ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ബേണിംഗ് എന്ന് പറയുന്നത് എഞ്ചിനകത്ത് നടക്കുകയാണെങ്കിൽ, ഇൻറ്റേർണലി ആണ് കമ്പഷൻ നടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഹീറ്റ് എഞ്ചിനുകളെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ. Okay, so petrol engine is an example for internal combustion engine. Diesel engine is also an internal combustion engine. പിന്നെ പെട്രോൾ എഞ്ചിൻ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫ്യൂവൽ ഏതായിരിക്കും? ഫ്യൂവൽ ഈസ് നത്തിങ് ബട്ട് പെട്രോൾ ആൻഡ് ദർ ഈസ് ആൻ അനദർ വർക്കിംഗ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് ദ എയർ. സോ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് എയർ. സോ ഇവിടുത്തെ ടോട്ടൽ വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ അല്ലെങ്കിൽ എയർ ആൻഡ് പെട്രോൾ. സോ എയറിൻ്റെയും പെട്രോളിൻ്റെയും മിക്സ്ചറാണ് ഇവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്ന പെട്രോളും പിന്നെ എഞ്ചിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എയറുമായിരിക്കും. പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എയറുമായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ മേജർലി നമ്മുടെ പെട്രോൾ എഞ്ചിന് പ്രധാനമായിട്ടും രണ്ട് വാൽവുകളും ഒരു സ്പാർക്ക് പ്ലഗുമായിരിക്കും ഉള്ളത്. സോ ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സ്കീമാറ്റിക് ഡയഗ്രാം നോക്കാം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ എൻജിൻ കേസ് ആൻഡ് ദർ ഈസ് എ സിലിണ്ടർ ആൻഡ് ദ സിലിണ്ടർ ഈസ് കണക്റ്റഡ് വിത്ത് എ ക്രോസ് റോഡ് ഓർ എ പിസ്റ്റൺ ഫോർ സ്യൂട്ടബിൾ വർക്കിംഗ്. ആൻഡ് പിന്നെ ഇവിടെ ഒരു ഇൻലെറ്റ് വാൽവ് കാണും. നമ്മൾ ആ ഇൻലെറ്റ് വാൽവിനെ ഐ എന്ന് പറയുന്നു. ആൻഡ് ദർ ഈസ് ആൻ ഔട്ട്ലെറ്റ് വാൽവ്. ഔട്ട്ലെറ്റ് വാൽവിനെ നമുക്ക് ഒ എന്ന് പറയാം. പിന്നെ ദർ ഈസ് എ സ്പാർക്ക് പ്ലഗ് അല്ലെങ്കിൽ നമുക്കതിനെ ഒരു ഫ്യൂവൽ സ്പ്രേയർ ആയിട്ട് പറയാം. നമ്മൾ അകത്തേക്ക് സ്പ്രേ ചെയ്യുന്ന പെട്രോളിനെ ബേൺ ചെയ്യിക്കാനായിട്ട് സ്പാർക്കുകൾ കൊടുക്കുന്നത് ഈ സ്പാർക്ക് പ്ലഗ് എസിലൂടെയാണ്. സോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് എയർ ആണ്. ഫ്യൂവൽ എന്ന് പറയുന്ന പെട്രോൾ ആണ്. അതായത് പെട്രോളിലാണ് ബേണിംഗ് നടക്കുന്നത്. സോ എഞ്ചിനകത്ത് കാണപ്പെടുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് പെട്രോൾ. പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു വാൽവ്സ്. ഐ ഈസ് ദ ഇൻലെറ്റ് വാൽവ് ആൻഡ് ഒ ഈസ് ദ ഔട്ട്ലെറ്റ് വാൽവ്. പിന്നെ ദർ ഈസ് എ സ്പാർക്ക് പ്ലഗ് ടു പ്രൊഡ്യൂസ് കമ്പഷൻ ഓഫ് ദ പെട്രോൾ. ഈ പെട്രോളിൻ്റെ കമ്പഷന് വേണ്ടിയിട്ട് സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്പാർക്ക് പ്ലഗും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു എൻജിൻ കേസിനുള്ളിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് 4 പ്രോസസ്സുകളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ 4 കൈൻഡ് ഓഫ് ഓപ്പറേഷൻസിലൂടെ ആയിരിക്കും. സോ നമ്മൾ ഈ 4 കൈൻഡ് ഓഫ് ഓപ്പറേഷൻസിനെ വിളിക്കുന്നത് 4 സ്ട്രോക്സ് എന്നാണ്. സോ പെട്രോൾ എഞ്ചിൻ ഈസ് എ 4 സ്ട്രോക്ക് എഞ്ചിൻ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 4 സ്ട്രോക്കുകൾ അല്ലെങ്കിൽ 4 ഓപ്പറേഷൻസിലൂടെ ആയിരിക്കും ഒരു പെട്രോൾ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ ഒരു തവണ കംപ്ലീറ്റ് വർക്കിംഗ് നടത്തുന്നത്. സോ ഇങ്ങനെയുള്ള എഞ്ചിനുകളെ വിളിക്കുന്ന പേരാണ്. ഇവിടെ 4 ഓപ്പറേഷൻസ് അല്ലെങ്കിൽ 4 സ്ട്രോക്കുകൾ ഉള്ളതുകൊണ്ട് ഇതിനെ 4 സ്ട്രോക്സ് എന്നായിരിക്കും പറയുന്നത്. സോ പെട്രോൾ എഞ്ചിൻ ഈസ് എ 4 സ്ട്രോക്ക് എഞ്ചിൻ. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിക്കുന്നു? ബിക്കോസ് ദ ഫ്യൂവൽ ഈസ് സപ്ലൈഡ് വൺസ്. നമ്മൾ ഒരു തവണയാണ് ഫ്യൂവൽ കൊടുക്കുന്നത്. ആൻഡ് ദ total combustion is completed in 4 different motions of the piston. ഈ പിസ്റ്റൺ 4 തവണ മൂവ് ചെയ്യുമ്പോഴായിരിക്കും ആ പെട്രോളിൻ്റെ കംപ്ലീറ്റ് ബേണിംഗ് അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ നടന്ന് നമുക്കൊരു യൂസ്ഫുൾ വർക്കായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ ഈ 4 സ്ട്രോക്സും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വി ക്യാൻ സേ ദാറ്റ് വി കംപ്ലീറ്റ് അല്ലെങ്കിൽ ദ എൻജിൻ കംപ്ലീറ്റ് 1 cycle and that cycle is known as standard petrol cycle or auto cycle. സോ നമ്മൾ പെട്രോൾ എഞ്ചിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഓട്ടോ എഞ്ചിൻ എന്നാണ്. ഓക്കെ, സോ ഓട്ടോ എഞ്ചിൻ ആൻഡ് ദ സൈക്കിൾ ഈസ് നോൺ as ഓട്ടോ സൈക്കിൾ. സോ ഇത്രയാണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. നൗ വി ഹാവ് ടു മൂവ് ടു ദ വർക്കിംഗ് ഓഫ് പെട്രോൾ എഞ്ചിൻ. എങ്ങനെയാണ് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഈ കാണിച്ചിരിക്കുന്നത് പെട്രോൾ എഞ്ചിൻ്റെ 4 തരത്തിലുള്ള വർക്കിംഗ് ആണ് അല്ലെങ്കിൽ 4 സ്ട്രോക്സ്. നമ്മൾ 4 സ്ട്രോക്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ 4 സ്ട്രോക്സ് അല്ലെങ്കിൽ 4 ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. 4 സ്ട്രോക്സ് ഓഫ് പെട്രോൾ എഞ്ചിൻ. ഓക്കെ, സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയഗ്രാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ എൻജിൻ കേസ്. ഒരു എൻജിൻ കേസ് ഉണ്ട്. ദെൻ ദർ ഈസ് എ സിലിണ്ടർ കണക്റ്റഡ് വിത്ത് എ മൂവബിൾ സർക്കുലർ പിസ്റ്റൺ.
പിന്നെ 3 വാൽവുകളാണുള്ളത്. ഒന്ന് ഐ എന്ന് പറഞ്ഞിട്ട് ഇൻലെറ്റ് വാൽവ്, ദെൻ ഒ എന്ന് പറഞ്ഞിട്ട് ഔട്ട്ലെറ്റ് വാൽവ്, പിന്നെ എസ് എന്ന് പറഞ്ഞിട്ട് സ്പാർക്ക് പ്ലഗ്. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ ക്ലിയർ ആവും. ഈ ഒരു പോർഷൻ, ഈ ഒരു ഐ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ അവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അതായത് അവിടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നോക്കി അവിടെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കാണാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ മീനിങ് ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് ആണ്. ആൻഡ് ഫൈനലി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒ എന്ന് പറയുന്ന ആ ഒരു വാൽവ് ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ മീനിങ് ഒ എന്ന് പറയുന്ന വാൽവ് ഓപ്പൺ ആണെന്നാണ്. സോ ഫസ്റ്റ് കേസിൽ ഐ ഓപ്പൺ, ആ ഗ്യാപ്പ് ഉള്ളത്, അതിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ ആ വാൽവിനെ ഓപ്പൺ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 4 സ്ട്രോക്കുകൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഈ 4 സ്ട്രോക്കുകൾ നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വർക്കിംഗ് വരിക? നമുക്ക് ആദ്യം എന്തായിരിക്കണം ചെയ്യേണ്ടത്? ഈ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് പെട്രോളിനെ നമ്മൾ നമ്മുടെ എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്യണം അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് സ്ട്രോക്ക് ഈസ് നോൺ ആസ് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ചാർജിങ് സ്ട്രോക്ക്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്ക് തന്നെയാണ്. ആൻഡ് തേർഡ് വൺ എക്സ്പാൻഡ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ടായിരിക്കും നമുക്ക് വർക്ക് കിട്ടുന്നത്. ഇതിനെ നമ്മൾ വർക്കിംഗ് സ്ട്രോക്ക് എന്നോ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് എന്നോ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രോക്ക് എന്നോ പറയും. ആൻഡ് ഫൈനലി നമ്മുടെ അത് കംപ്ലീറ്റ് ചെയ്യിക്കാനായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കളയാനായിട്ട് നമുക്ക് ദർ ഈസ് ആൻ എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ സ്ട്രോക്സ് അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ്റെ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ചാർജിങ് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, എക്സ്പാൻഷൻ വർക്കിംഗ് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക്, ബിസിനസ് സ്ട്രോക്ക് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി ദർ ഇസ് ആൻ എക്സോസ്റ്റ് സ്ട്രോക്ക്. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഫിഗറിൽ ഓരോ ഫിഗറിലും ഓരോ തരത്തിലാണ് ആ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് അല്ലേ? സോ ഫസ്റ്റ് ഫിഗർ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ഫിഗറിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യമേ ബേസിക് ആയിട്ടൊന്ന് പറയാം, ജനറലി ഒന്ന് പറയാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ നോക്കിയതാ ഇവിടെ ആരോ മാർക്ക് കണ്ടല്ലോ. ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു സർക്കുലർ പിസ്റ്റണിനകത്ത്. അപ്പോൾ എന്താ നടക്കുന്നത്? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്. നമ്മുടെ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് താഴേക്ക് മൂവ് ചെയ്യുകയാണ്. സംഭവിക്കുന്ന വേറൊന്നുമല്ല, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയതുകൊണ്ട് മിക്സ്ചർ ഓഫ് എയർ ആൻഡ് പെട്രോൾ ഈസ് സ്പ്രേഡ് ഇൻ ടു ദ ചേംബർ. ഈ ചേംബറിനുള്ളിലേക്ക് ഇൻലെറ്റ് വാൽവിലൂടെ എന്തൊക്കെ അകത്തേക്ക് പോവുകയാണ്? ഫ്യൂവലും അതായത് നമ്മുടെ പെട്രോളും പിന്നെ എയറും, ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ്ചർ എന്ന് പറയുന്ന ഉള്ളിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. നല്ല ഫോഴ്സിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ സ്പ്രേയിങ് വരുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. സോ ആസ് എ റിസൾട്ട് ദ പിസ്റ്റൺ മൂവ്സ് ഡൗൺ. പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? താഴേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇൻടേക്ക് അല്ലെങ്കിൽ ചാർജിങ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ഫിഗർ. രണ്ടാമത്തെ ഡയഗ്രത്തിൽ നോക്കിയേ, എന്താ കാണുന്നത്? പിസ്റ്റൺ ഒരു പരമാവധി വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതായത് ഇവിടെ നമുക്ക് ആ ചേംബറിനുള്ളിൽ കുറേ സ്ഥലം നമുക്ക് കാണാനായിട്ട് പറ്റി. സോ വോളിയം ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്തിരിക്കുന്ന സമയത്ത് വീണ്ടും പിസ്റ്റൺ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആരോ മാർക്ക് വീണ്ടും ഇട്ടേക്കുകയാണ്. സോ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ചേംബറിൻ്റെ ആ ഒരു പിസ്റ്റൻ്റെ പിസ്റ്റൻ്റെ ആ ഒരു സർഫസ് എന്ന് പറയുന്നത് മുകളിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നു. ആദ്യം താഴേക്ക് വന്നു, ദെൻ നമ്മുടെ ഫ്യൂവലും എല്ലാം അകത്ത് നിറഞ്ഞു, ചേംബറിൽ നിറഞ്ഞു. സോ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയി. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുക? ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്ത് എന്താ സംഭവിക്കുക? അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് വോളിയം ഡിക്രീസസ്. ഇനി ഇതിപ്പോൾ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് പെട്രോൾ അല്ലേ? അതായത് ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും ഇത് കാണപ്പെടുന്നത് കൂടുതലായിട്ട്. സോ അയാളുടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുന്നു? ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. സോ ഇതാണ് നമ്മുടെ കംപ്രഷൻ സ്ട്രോക്ക് എന്നറിയപ്പെടുന്നത്. നമ്മൾ അതിനെ കംപ്രസ് ചെയ്യാണ്, അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യാണ്. ഹീറ്റ് എനർജി ഒന്നും സപ്ലൈ ചെയ്യാതെ അഡയബാറ്റിക്കലി നമ്മളതിനെ കംപ്രസ് ചെയ്യാണ്. ആൻഡ് മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഈ സ്പാർക്ക് പ്ലഗിൽ നിന്ന് നമ്മളൊരു സ്പാർക്ക് ഈ ചേംബറിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലുമാണ് നമ്മുടെ ഫ്യൂവലും എയറും കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ? ആ ഹൈ പ്രഷറിലിരിക്കുന്ന ആ വർക്കിംഗ് സബ്സ്റ്റൻസിലേക്കാണ് നമ്മളിപ്പോൾ എന്ത് കൊടുക്കുന്നത്? ഒരു സ്പാർക്ക് കൊടുക്കുന്നത്. ആസ് എ റിസൾട്ട് എന്ത് ചെയ്യുന്നു? ആ ഫ്യൂവൽ ബേൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നു, ആ പെട്രോൾ ബേൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ബേൺ ചെയ്യുമ്പോൾ അടുത്ത മാറ്റം എന്തായിരിക്കും? വീണ്ടും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ് ടു എ ഹ്യൂജ് എമൗണ്ട്. സോ ടെമ്പറേച്ചറും പ്രഷറും നല്ലൊരു വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഈ ചേംബറിനുള്ളിലെ പ്രഷർ ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്തു.
അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരു വലിയ പ്രഷർ ഈ പിസ്റ്റണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ? ആസ് എ റിസൾട്ട് ദ പിസ്റ്റൺ ഓട്ടോമാറ്റിക്കലി മൂവ്സ് ഡൗൺവേർഡ്. പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ചേംബറിനുള്ളിലെ വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ബേണിംഗ് നടന്നതിന്റെ ഫലമായിട്ടാണ് ആ മൂവ്മെന്റ് നടന്നത് അല്ലേ? സോ ഈ ബേണിംഗ് നടന്നപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്തെന്ന് പറഞ്ഞ മീനിങ് എന്താ? ആ ഫ്യൂവൽ ഈ പിസ്റ്റണിൽ ഒരു വർക്ക് ചെയ്തു. സോ വി ഗോട്ട് എ വർക്ക്. നമുക്കൊരു വർക്ക്, ഒരു യൂസ്ഫുൾ വർക്ക് ഈ ബേണിങ്ങിന്റെ ഫലമായിട്ട് കിട്ടി. അങ്ങനെ ഇവിടെ വീണ്ടും ഒരു എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. സോ ഒരു തവണ ഈ കംപ്ലീറ്റ് കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് കണ്ടോ? നമ്മുടെ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആവുന്നു. അങ്ങനെ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പതിയെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് പോവാണ്. എന്തെങ്കിലും റിമൈനിങ് അവിടെ ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ റിമൈനിങ് മിക്സറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എക്സോസ്റ്റ് വാൽവിലൂടെ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വാൽവിലൂടെ പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഈ 4 സ്ട്രോക്കുകളിൽ നമുക്ക് വർക്ക് കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വർക്കിംഗ് അല്ലെങ്കിൽ പവർ സ്ട്രോക്കിൽ, മൂന്നാമത്തെ സ്ട്രോക്കിലാണ് നമുക്കൊരു യൂസ്ഫുൾ വർക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ടൈം മാത്രം, ഒന്നാമത്തെ സ്ട്രോക്കിൽ മാത്രം നമ്മൾ ഫ്യൂൽ കൊടുക്കുന്നു. അതായത് ഫ്യൂൽ ഈസ് സപ്ലൈഡ് ഓൺലി അറ്റ് വൺസ്. ഓക്കെ, ആൻഡ് ദ ഹോൾ പ്രോസസ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ നമുക്ക് ഈ വർക്കിങ്ങിനെ എങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ആ ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പെട്രോൾ സൈക്കിൾ. അതിപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്ട്രോക്ക് എന്തുവായിരുന്നു? ഒന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ചാർജിങ് സ്ട്രോക്ക്. ഓക്കെ, ചാർജിങ് സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ പെട്രോളിൻ്റെയും എയറിൻ്റെയും കൂടെ മിക്സ്ചർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എങ്ങോട്ട് സ്പ്രേ ചെയ്യുന്നു? നമ്മുടെ ചേംബറിനുള്ളിലേക്ക് ഐ എന്ന് പറയുന്ന വാൽവിലൂടെ സ്പ്രേ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും അല്ലേ? സോ പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ്സ്. സോ എന്ത് സംഭവിക്കും? അവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം ഇൻക്രീസസ്. Okay, and this is represented by the curve EA. സോ ഈ ഒരു കർവ് ഉപയോഗിച്ചിട്ട് ഇവിടെ EA എന്ന് പറയുന്ന ഈ ഒരു കർവ് ആണ് നമ്മുടെ ഈ ചാർജിങ് സ്ട്രോക്കിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. V1 എന്ന് പറയുന്ന വോളിയത്തിൽ നിന്ന് V2 എന്ന് പറയുന്ന വോളിയത്തിൽ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം, V2 എന്ന് പറയുന്ന വോളിയത്തിൽ നിന്ന് V1 എന്ന് പറയുന്ന വോളിയത്തിലേക്ക് വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. സോ E എന്ന് പറയുന്നത് നമ്മുടെ എം ടി ചേംബർ ആണ്, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ആൻഡ് ഇറ്റ് മൂവ്സ് ടു എ സ്റ്റേറ്റ് A. And the state is represented as P1, V1, T1. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്ട്രോക്ക് നോക്കാം. രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താ സംഭവിക്കുക? കംപ്രഷൻ നടക്കുക അല്ലേ? സോ ഇറ്റ് ഈസ് കംപ്രഷൻ സ്ട്രോക്ക്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന്. കംപ്രഷൻ സ്ട്രോക്കിൽ നടക്കുന്ന കാര്യം എന്തായിരുന്നു? ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യുന്നു, പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്ത് എന്താ സംഭവിക്കുക? അവിടെ കംപ്രഷൻ നടക്കുന്നു. പക്ഷെ നമ്മുടെ അവിടെ ഹീറ്റ് എനർജി ഒന്നും സപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ? സോ പിസ്റ്റൺ മൂവ്സ് അപ്വേർഡ്സ്. പക്ഷെ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യാത്തതുകൊണ്ട് എന്താ സംഭവിക്കുക? അഡയബാറ്റിക് കംപ്രഷൻ നടക്കുന്നു. ഓക്കെ, സോ അഡയബാറ്റിക് കംപ്രഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അങ്ങനെ അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? പ്രഷർ ഇൻക്രീസ് ചെയ്യുകയായിരിക്കും, ആൻഡ് ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ കർവ് എ ബി. ഓക്കെ, എ ബി എന്ന് പറയുന്ന കർവാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. 1, 2 എ മുതൽ ബി വരെയുള്ള ആ ഒരു കർവ്. സോ അവിടെ എന്തൊക്കെയാണ് നടന്നത്? P1, V1, T1ൽ നിന്ന് എന്ത് സംഭവിച്ചു? വോളിയം ഡിക്രീസ് ചെയ്തു അല്ലേ? വോളിയം V2ലേക്ക് ഡിക്രീസ് ചെയ്തു. പ്രഷർ എന്ന് പറയുന്നത് P2ലേക്ക് ഇൻക്രീസ് ചെയ്തു. P2, V2, T2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എ, അതായത് P1, V1, T1, ബി വരുമ്പോഴത്തേക്ക് P2, V2, T2. ഇനി നമുക്ക് നോക്കാം നമ്മുടെ മൂന്നാമത്തെ സ്ട്രോക്ക് എന്താണെന്നല്ലേ? സോ നമ്മുടെ മൂന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് സ്ട്രോക്ക് ആണ് അല്ലേ?
വർക്കിംഗ് അല്ലെങ്കിൽ പവർ. വർക്കിംഗ് അല്ലെങ്കിൽ പവർ സ്ട്രോക്കിൽ എന്താ നടക്കുന്നത്? എ സ്പാർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, നമ്മളവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് പ്രഷർ ഓൾസോ ഇൻക്രീസസ്. ടി ആൻഡ് പി ഇൻക്രീസസ്. ഏകദേശം 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറും 15 ATM വരെ പ്രഷറും ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ കാണിക്കുന്നത് ബി സി എന്ന് പറയുന്ന കർവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. കർവ് ബി സി ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെ കാണിക്കുന്നത്. സോ നമുക്കിതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുക? P3 പ്രഷർ ഇൻക്രീസ് ചെയ്തു, വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ് V2 ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ടു T3. ഓക്കെ, ആൻഡ് ഇവിടെ തന്നെ കൂടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മളൊരു ഹീറ്റ് അബ്സോർബ് ചെയ്തു അല്ലേ? അതായത് സ്പാർക്ക് കൊടുത്തതിന്റെ ഫലമായിട്ടൊരു ഹീറ്റ് അബ്സോർബ് ചെയ്തു. സോ ഹീറ്റ് അബ്സോർബ്ഡ് ഈക്വൽ ടു Q1. അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രഷറിലേക്ക് അല്ലെങ്കിൽ ഒരു ഹൈ പ്രഷറിലേക്കും ടെമ്പറേച്ചറിലേക്കും എത്തുന്നതിന്റെ ഫലമായിട്ട് പിന്നെ പിസ്റ്റണിന് അത്രത്തോനെയും ഒരു പ്രഷർ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ പിസ്റ്റൺ ഓട്ടോമാറ്റിക്കലി മൂവ്സ് ഡൗൺവേർഡ്സ്. ഓക്കെ, സോ വോളിയം എന്ത് ചെയ്യുന്നു? വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് പ്രഷർ decreases. So it is represented by CD, that is P4 V1 T4. അന്നേരം ഇവിടെ എന്താ നടന്നത്? കർവ് CD ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കാണിച്ചത്. സോ ഈ ഒരു വർക്കിംഗ് സ്ട്രോക്കിനകത്ത് രണ്ട് കർവുകൾ നമുക്ക് വേണ്ടി വന്നു, BC ആൻഡ് CD. ഓക്കെ, കർവ് BC ആൻഡ് കർവ് CD. ആൻഡ് ഫൈനലി നമ്മുടെ റിമൈനിങ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകണം അല്ലേ? സോ ദാറ്റ് ഈസ് എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക്. And it is represented by DA, curve DA. അവിടെ എന്താ നടക്കുക? പ്രഷർ എന്ന് പറയുന്നത് P4-ൽ നിന്ന് P1-ലേക്ക് വരികയാണ്. വോളിയം അങ്ങനെ തന്നെ നിൽക്കുകയായിരിക്കും. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു ആൻഡ് അവിടെ ഒരു ഹീറ്റ് എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യപ്പെടുന്നു അല്ലേ? സോ ടെമ്പറേച്ചർ ഡിക്രീസ്, ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്റ്റ് ചെയ്തു. സോ റിജക്റ്റഡ് ഹീറ്റ് ഇസ് ഈക്വൽ ടു Q2. സോ ഇത്രയാണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദി സൈക്കിൾ ഈസ് നോൺ ആസ് ഓട്ടോ സൈക്കിൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെട്രോൾ എഞ്ചിനകത്ത് നോക്കേണ്ടത്. സോ ഇത്രയാണ് പെട്രോൾ എഞ്ചിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് തെർമൽ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് എന്തായിരിക്കും തെർമൽ എഫിഷ്യൻസി? ഓട്ടോ സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്, തെർമൽ എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് വർക്ക് ബൈ Q1. നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെയായിരിക്കും വരിക, Q1 മൈനസ് Q2 ബൈ Q1. ഓക്കെ, നമുക്കിനി ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് യൂണിറ്റ് മാസ് ഓഫ് എ വർക്കിംഗ് സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ യൂണിറ്റ് മാസ് ഓഫ് എ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇനി ഇവിടെ എവിടെയായിരുന്നു ഹീറ്റ് അബ്സോർബ് ചെയ്തത്? BC-യിലാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെട്ടത്. ഓക്കെ, Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെട്ടത് BC-യിലും DA-യിൽ Q2 എന്ന് പറയുന്ന ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് എവിടെ? BC. അത് എന്തായിരുന്നു? Q1 ആയിരുന്നു അല്ലേ? അതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? Q1 ഈക്വൽ ടു നമ്മുടെ സ്പെസിഫിക് ഹീറ്റിൻ്റെ അവിടെ ടെമ്പറേച്ചർ കൂടിയല്ലോ അല്ലേ? BC-യിൽ എന്താ സംഭവിച്ചത്? T2-ൽ നിന്ന് T3-ലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. സോ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ എഴുതാമല്ലോ. നമുക്കറിയാം സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/m ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. ഇവിടെ M 1 ആയതുകൊണ്ട് Q ഈക്വൽ ടു CV ഇൻറ്റു ഡെൽറ്റ ടി. പിന്നെ ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണല്ലോ, V2 കോൺസ്റ്റൻറ്റ് വോളിയം ആയതുകൊണ്ട് CV ഇൻറ്റു T3 മൈനസ്
T2 ആണ് നമ്മുടെ Q1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് റിജക്റ്റ് ചെയ്ത് എവിടെയാണ്? ഹീറ്റ് റിജക്റ്റഡ് അറ്റ് DA. നമുക്കത് Q2 എന്ന് പറയാമല്ലോ. അവിടെയും എന്താ സംഭവിച്ചത്? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തത് അല്ലേ? പക്ഷേ അവിടെ വോളിയം ഈ പറയുന്ന പോലെ കോൺസ്റ്റന്റ് ആയിരുന്നു. സോ നമുക്ക് വാല്യൂ എന്ത് എഴുതാം? CV ഇൻറ്റു T4 മൈനസ് T1. ഓക്കെ, സോ നമുക്ക് രണ്ട് ഹീറ്റ് വാല്യൂസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഈറ്റയുടെ വാല്യൂ എന്ത് വരും? ഈറ്റ ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1 ഈക്വൽ ടു 1 മൈനസ് CV ഇൻറ്റു T4 മൈനസ് T1 divided by CV into T3 minus T2. That is equal to 1 minus T4 minus T1 divided by T3 minus T2. So, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിക്കോട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ AB എന്ന് പറയുന്നത് അഡയബാറ്റിക് കംപ്രഷൻ ആണ് അല്ലേ? കാര്യം എന്താണ്? അവിടെ T1ൽ നിന്ന് T2ലേക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ എന്ത് കൊടുത്തില്ല? ഹീറ്റിനെ ഒന്നും അവിടെ നമ്മൾ കൊടുത്തില്ല. ഹീറ്റ് ആകെ കൊടുത്ത എവിടെയൊക്കെയായിരുന്നു ഹീറ്റിന് ചേഞ്ച് ഉണ്ടായത്? BCയിലും DAയിലും മാത്രമായിരുന്നു ഹീറ്റിന് ചേഞ്ച് ഉണ്ടായത്. സോ AB എന്ന് പറയുന്നത് ഒരു അഡയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് സിൻസ് AB ഈസ് അഡയബാറ്റിക്, നമുക്ക് എന്തെഴുതാം? അവിടുത്തെ ഇക്വേഷൻ T1 V1 raised to gamma minus 1 equal to T2 V2 raised to gamma minus 1. ഓക്കെ, ഇവിടെ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലേ? ഗാമ ഈക്വൽ ടു CP ബൈ CV. ഇവിടെ നിന്ന് T1 ബൈ T2 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. T1 ബൈ T2 ഈക്വൽ ടു എന്ത് വരും? V2 ബൈ V1 the whole raised to gamma minus 1. ഇനി ഇതേപോലെ മറ്റൊരു അഡയബാറ്റിക് നമുക്കുണ്ട്, CD. CD is also an adiabatic. അല്ലേ? അവിടുത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? T4 V1 raised to gamma minus 1 is equal to T3 V2 raised to gamma minus 1. സെയിം നമുക്ക് കിട്ടും. എന്ത് കിട്ടി? T4 by T2 T4 by T3 equal to V2 by V1 the whole raised to gamma minus 1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? T4 by T3 equal to T1 by T2 എന്ന് കിട്ടി അല്ലേ? സോ ജസ്റ്റ് അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഏതാ? T1 V1 raised to gamma minus 1 പിന്നെ T4 V1 raised to gamma minus 1 equal to T3 V2 raised to gamma minus 1. ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്താലും മതി. മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക? T4 മൈനസ് T1 അല്ലേ? സോ ഈ ഇക്വേഷനും ഈ ഇക്വേഷനോടെ ഞാൻ മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് T4 മൈനസ് T1 the whole raised into V1 the whole raised to gamma minus 1 equal to T3 minus T2 V2 the whole raised to gamma minus 1. അവിടുന്ന് നമുക്ക് എന്താ കിട്ടിയത്? V2 by T4 minus T1 by T3 minus T2 equal to V2 by V1 the whole raised to gamma minus 1 എന്ന് കിട്ടി. സോ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T4 മൈനസ് T1 ബൈ T3 മൈനസ് T2 ആയിരുന്നു. സോ T4ൻ്റെയും T4 മൈനസ് T1 ബൈ T3 മൈനസ് T2ൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയല്ലോ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1 മൈനസ് V2 by V1 the whole raised to gamma minus 1. That is 1 minus 1 divided by V1 by V2 the whole raised to gamma minus 1. So ഇപ്പോൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് റോ ഈക്വൽ ടു V1 by V2 ആണ്. ഇതിനെ നമ്മൾ അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്നാണ് പറയുന്നത്. റോ ഈക്വൽ ടു V1 by V2 is known as
അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ. ഓക്കെ, സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താ കിട്ടുക? 1 മൈനസ് 1/ρ the whole raised to gamma minus 1. Okay, so this is the equation for the efficiency of a auto cycle, auto engine. ഒരു പെട്രോൾ എഞ്ചിന്റെ എഫിഷ്യൻസിന്റെ ഇക്വേഷൻ ആണ് eta equal to 1 minus 1/ρ the whole raised to gamma minus 1, where gamma equal to Cp by Cv and rho equal to V1 by V2. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റോയുടെ വാല്യൂ 10ൽ കൂടുതലാണെങ്കിൽ, സോ നമുക്കിപ്പോൾ ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ വോളിയം, ഈ ചേമ്പറിന്റെ വോളിയം മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആ സമയത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? റോയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും 10ൽ കൂടാനായിട്ട് പാടില്ല. സോ റോയുടെ വാല്യൂ 10ൽ കൂടിയാൽ ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? സെൽഫ് ഇഗ്നൈറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെട്രോൾ എഞ്ചിനകത്ത് ഉള്ളത്.